കാല് കുത്തുന്ന സമയത്ത് ഷോക്കടിക്കുന്ന പോലത്തെ വേദന അനുഭവപ്പെടുന്നതിനെ പറ്റി ചില ആൾക്കാർ പറയാറുണ്ട്. അതേപോലെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്തും ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അനുഭവത്തെ പറ്റിയും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ കാരണം കൊണ്ടാണോ? ഈ പറഞ്ഞ അതേ ലക്ഷണങ്ങൾ, കാലിലേക്കുള്ള ഷോക്കടിക്കുന്ന പോലെയുള്ള ഒരു ഫീല്, അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കാലൊന്ന് മാറ്റി വെക്കുന്ന സമയത്ത് കാലിലേക്ക് പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് പോകുന്ന പോലെ അങ്ങനെ പേഷ്യൻസ് OP-യിൽ പറയലുണ്ട്. എന്തെങ്കിലും ഒരു നെർവ് ഇറിറ്റേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ലക്ഷണം ഉണ്ടാവുക. പൊതുവേ അത് വരുന്നത് സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷനിലായിരിക്കാം. അത് ഒന്നുകിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാം. അതായത് സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് ഫീലിംഗ്. ഇതേപോലെ തന്നെ ഇതിനെ മിമിക് ചെയ്യുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്, പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മുടെ ബട്ടക്സിലെ ഭാഗത്തായിട്ടൊരു മസിൽ ഉണ്ട്, പൈറിഫോമിസ് എന്ന് പറയുന്നത്. അതിനടിയിലൂടെയാണ് ഈ സയാറ്റിക് നെർവ് പാസ് ചെയ്ത് പോകുന്നത്. ആ മസിലിന് വരുന്ന പ്രോബ്ലം, അതായത് അത് ടൈറ്റ് ആവുന്ന കണ്ടീഷനിലും ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ വരാറുണ്ട്. ഇതൊന്നും അല്ലാതെ പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷനിൽ, അതായത് ഡയബറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടോ ഒക്കെയുള്ള പെരിഫറൽ ന്യൂറോപ്പതിയിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണലുണ്ട്. അതായത് ഒരു നെർവിന് വരുന്ന ഇറിറ്റേഷനാണ് പൊതുവേ ഇങ്ങനെയുള്ള ഒരു ലക്ഷണം ഉണ്ടാക്കുക. അപ്പം അത് എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏത് റീസൺ ആണ്, ഇതിൽ സയാറ്റിക്കയാണോ, പൈറിഫോമിസ് സിൻഡ്രോം ആണോ, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക.